ഇടുക്കി കൊളുക്കുമലയിൽ യുവാവ് കൊക്കയിൽ വീണ് മരിച്ചു. ചെന്നൈ സ്വദേശിയായ എൻ ദ്രാവിനേഷാണ് മരിച്ചത്. ജീവനൊടുക്കിയതെന്നാണ് സംശയം. ജോയ്മോൻ വിവരങ്ങളുമായിട്ട് ചേർന്നു. ജോയ്മോനെ, ഒരുപാട് പേർ വരുന്ന സ്ഥലമാണ് കൊളുക്കുമല. മാത്രമല്ല, ആ കാണാനുള്ള ഭംഗിക്കൊപ്പം തന്നെ അപകടം ഓരോ സ്ഥലത്തും പതിയിരിക്കുന്ന ഒരു മേഖല കൂടി. ഇതിപ്പോ ആത്മഹത്യയാണെന്നുള്ള സംശയം ഉടലെടുക്കാനിടയായ സാഹചര്യം എന്താണ്? വിവരങ്ങൾ. സേതു, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ അപകടം നടക്കുന്നത്. ഇത് ആത്മഹത്യ എന്ന സംശയം പോലീസിന് ഉണ്ടാവാൻ കാരണം തന്നെ ഈ തമിഴ്നാട് സ്വദേശിയായ എൻ രാവിനേഷ് എന്ന് പറയാം എന്ന യുവാവ് ഓടിച്ചെന്ന് ഇത്തരത്തിൽ കൊക്കയിലേക്ക് ചാടുകയായിരുന്നാണ് ഇയാൾക്കൊപ്പം വന്നിരുന്നവരും അതുപോലെ തന്നെ പ്രദേശത്ത് ആ സമയം ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിന് പുറത്താണ് ഇതൊരു ജീവനൊടുക്കിയതാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു സംഘം വിനോദസഞ്ചാരത്തിനായി കൊളുക്കുമലയിൽ എത്തുന്നത്. കൊളുക്കുമലയിൽ തന്നെ സിംഹപ്പാറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വിനോദസഞ്ചാരികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് പെട്ടെന്നായിരുന്നു ഇത്തരത്തിൽ കൊക്കയിലേക്ക് എടുത്ത് ചാടുന്നത്. പിന്നാലെ പോലീസിലും മറ്റ് ഫയർഫോഴ്സിലും ഒക്കെ വിവരം അറിയിച്ചിരുന്നു. ഇവർ സ്ഥലത്ത് എത്തിയിരുന്നെങ്കിലും ഈ സ്ഥലത്തിന്, അതായത് സിംഹപ്പാറ എന്ന സ്ഥലത്തിന്റെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കാരണം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു. പിന്നാലെ തമിഴ്നാട് പോലീസിന്റെയും സഹായം തേടി സംയുക്തമായാണ്, അതായത് ഈ സിംഹപ്പാറയിലേക്ക് എത്തിച്ചേരാൻ തമിഴ്നാട് അതിർത്തി വഴിയെ സാധിക്കുകയുള്ളായിരുന്നു. പിന്നീട് രണ്ട് സേനകളും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഇത്തരത്തിൽ മൃതദേഹം ലഭിക്കുന്നത്. നിലവിൽ മൃതദേഹം കൊക്കയിൽ നിന്ന് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നടപടികൾ എന്നോണം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിനായിട്ട് ഏത് ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റുക എന്നുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിലായിരിക്കും തീരുമാനമുണ്ടാവുക. ഓക്കെ, ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.